അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, 100 പ്രാവശ്യം ഒരു മനുഷ്യൻ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. യുഹ്യീ കൂട്ടിയിട്ട് സുബ്ഹിന്റെ ശേഷം 10, മഗ്രിബിന്റെ ശേഷം 10 നമ്മൾ ചൊല്ലാറുണ്ട്. ഇത് അതല്ല പറയുന്നത് 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അങ്ങനെ ഒരു ദിവസം ഒരു മനുഷ്യൻ ചൊല്ലിയാൽ ആ മനുഷ്യനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 10 അടിമകളെ 10 അടിമകളായ മനുഷ്യന്മാര് അവൻ മോചിപ്പിച്ച പ്രതിഫലമാണ്. ഒരടിമയെ മോചിപ്പിച്ചാൽ പ്രതിഫലം എത്രയാ സുഹൃത്തുക്കളെ? 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ്. അതിന്റെ പുറമെ 100 പ്രതിഫലം അവന് രേഖപ്പെടുത്തുകയാണ്. അതിന്റെ പുറമെ അവന് 100 തെറ്റുകൾ ചെറുക്കപ്പെടുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുന്നു, അവൻ ആ ദിവസം രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. 100 പ്രാവശ്യം രാവിലെ ചൊല്ലിയവന്, അതേ ആദ്യം ഒരു ദിവസം ചൊല്ലിയവന്, ആ ദിവസത്തിൽ ശൈത്താനിൽ നിന്ന് കാവലാണ്, പിശാചിൽ നിന്ന് കാവലാണ്. ചോദിക്കട്ടെ, സിഹറിന്റെ പ്രവർത്തനം നടത്തുന്നവരില്ലേ? ആ സിഹറിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ശൈത്താനിനെ തൃപ്തിപ്പെടുത്തിയിട്ട് ശൈത്താനെ കൊണ്ട് ശല്യം ചെയ്യിക്കുന്നതല്ലേ സുഹൃത്തുക്കളെ? അതേപോലെ നമ്മളെ തന്നെ ശൈത്താൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയല്ലേ? ശൈത്താൻ നമ്മളിൽ സ്വാധീനം ചെലുത്തുകയല്ലേ? ആ ശൈത്താന്മാരിൽ നിന്നൊക്കെ നമുക്ക് കാവല് കിട്ടാൻ പ്രത്യക്ഷനാണ് 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവനേക്കാൾ വലിയ സൽക്കർമ്മം അവനീ ചെയ്ത കർമ്മം ചെയ്തവനല്ലാതെ ചെയ്യാൻ സാധ്യമല്ല. ഒരാൾക്ക് 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ പറയാൻ കുറഞ്ഞ സമയം വരെ, കൂടിയ 10 മിനിറ്റ് വരെ നമുക്ക് എത്രയും പ്രതിബന്ധിക്കുന്നത്. നമ്മൾ എത്ര സമയമാണ് ഇതിന്റെ നേർബന്ധത്തിൽ വെറുതെ പോയി കളഞ്ഞില്ല.